റിയൽമി 13 Plus 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോൺ ഇപ്പം 10 ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 13 Plus 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ റിയൽമി 12 Plus 5G എന്ന ഫോണിലും ഏകദേശം ഇതിനടുത്ത് വരുന്ന ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫോണിന്റെ വെയിറ്റ് വരിക 185 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.6 mm ആയിരിക്കും. ഇനി പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2.5 GHz ക്ലോക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. അങ്ങനെയാണ് 10 കൊടുത്തിരിക്കുന്നത്. അത് മിക്കവാറും MediaTek Dimensity 7300 എന്നുള്ള പ്രോസസ്സറായിരിക്കും. അപ്പം ഈ ഒരു പ്രോസസ്സറാണ് ഇപ്പോഴത്തെ ലോഞ്ച് ചെയ്തിട്ടുള്ള CMF ഫോൺ 1 വന്നിട്ടുള്ളത്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇപ്പം ഈ ഒരു ഫോണിന്റെ വില 20,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു പ്രോസസ്സറാണ് എന്ന് പറയാവുന്നതാണ്. മിക്കവാറും 20,000 രൂപയ്ക്ക് താഴെ തന്നെയായിരിക്കും ഈ ഫോണിന്റെ വില വരിക. പിന്നെ ഈ ഒരു ഫോണിന്റെ 6GB റാം വെർഷനും 8GB റാം വെർഷനും 12GB റാം വെർഷനും അതുപോലെ തന്നെ 16GB റാം വെർഷനും വന്നേക്കാം. ഇന്റേണലിന്റെ കാര്യത്തിൽ 128GB ഇന്റേണൽ വെർഷനും 256GB ഇന്റേണൽ വെർഷനും 512GB ഇന്റേണൽ വെർഷനും അതുപോലെ തന്നെ 1TB ഇന്റേണൽ വെർഷനും വന്നേക്കാം. മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിൽ 1TB ഇന്റേണൽ വെർഷനും അതുപോലെ തന്നെ 16GB റാം വെർഷനൊന്നും ലോഞ്ച് ചെയ്തോളണം എന്നില്ല. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ 2 MP ഒരു സെൻസറും വന്നേക്കാം. അപ്പം ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. അപ്പം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം റിയൽമി 12 Plus അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വന്നോളണം എന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. അപ്പം ഓൺ പേപ്പർ അത്ര മികച്ചൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വന്നോളണം എന്നില്ല. അപ്പം റിയൽമി 12 Plus കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഡൗൺ ഗ്രേഡും ഇതിൽ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ റിയൽമി 12 Plus 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഒരു ഡൗൺ ഗ്രേഡ് ആയിരിക്കും എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം റിയൽമി 12 Plus ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ക്യാമറയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ബാറ്ററിയുടെ കാര്യത്തിലും ചില ഡൗൺ ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ പ്രോസസ്സറിന്റെ കാര്യത്തിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 12 Plus എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം 20,000 രൂപയ്ക്ക് താഴെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പലപ്പോഴും ഒരു 17,000 to 20,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആയിട്ട് കാണിക്കാറുണ്ട്. അപ്പം ഈ ഒരു ഫോൺ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിലേക്കായിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ചില ഡൗൺ ഗ്രേഡ്സ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈവൻ ഒരു 16,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും റിയൽമി 13 Plus 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.